മുട്ടുവേദനയുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ നിത്യമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയേ ആ ഒരു വേദനയുടെ കാഠിന്യം അല്ലെങ്കിൽ വേദന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. മുട്ടുവേദന വരാൻ കാരണങ്ങൾ പലതാണ്. അതായത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാതം എന്ന് പറയുന്നത് അതൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോശങ്ങൾ നമ്മുടെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയപ്പെടുന്നത്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. അതായത് ജോയിൻസിൽ ഉണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ആമവാതം എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ വേദന, അതായത് ചെറിയ ജോയിൻസിൽ നിന്നും വേദന അനുഭവപ്പെടാം. എസ്പെഷ്യലി കൈവിരലുകൾ, കാൽവിരലുകൾ, അതേപോലെ തന്നെ മറ്റുള്ള നീ ജോയിൻസ്, അതേപോലെ തന്നെ ഹിപ്പ് ജോയിൻസിനെല്ലാം ഇത് അഫക്റ്റ് ചെയ്യുന്നതാണ്. വേദനയായിട്ട് ആദ്യം പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വെല്ലിങ്, അതായത് നീർക്കെട്ട് പോലെ ഒരു ചുവന്ന് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വേദന അനുഭവപ്പെടാം. അതോടൊപ്പം തന്നെ കളർ ചേഞ്ചസ് ഉണ്ടാവുന്നു. അതായത് റെഡിഷ് അല്ലെങ്കിൽ ചുവന്ന് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ അനുഭവപ്പെടാം. അതോടൊപ്പം തന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പനി, അതേപോലെ തന്നെ ജോയിന്റ് പെയിൻസ് അനുഭവപ്പെട്ടെന്ന് വരാം. ഇതാണ് ക്ലാസിക്കൽ സൈൻസ് ഓഫ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒരു റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യന്റ് ടെസ്റ്റ് ചെയ്യേണ്ടത് മെയിൻലി സി റിയാക്റ്റീവ് പ്രോട്ടീൻസ് എന്ന ഒരു ടെസ്റ്റാണ്. അത് റേസ് ആയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കുന്നു. മെറ്റബോളിസം എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ക്രൂഡ് ഭക്ഷണത്തിനെ എനർജി ആക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ആ ഒരു മെറ്റബോളിസം അധികമാകുമ്പം ഫ്രീ റാഡിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ടോക്സിൻസ് ഉൽപ്പാദിക്കപ്പെടുകയും അത് നമ്മളെ കോശങ്ങളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ജോയിൻസിലെ ഇൻഫ്ലമേഷൻസും നീർക്കെട്ടും അതേപോലെ തന്നെ ഇത്തരം വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിച്ചു വരുന്നത്. അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതിലൊന്നാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. വൈറ്റമിൻ സി എന്ന് പറയുമ്പം സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഓറഞ്ച്, മൊസംബി, നെല്ലിക്ക, അതേപോലെ തന്നെ ബെറീസ് എല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ജോയിന്റ് ഡിഫോമിറ്റീസ് കുറയ്ക്കുന്നതാണ്, ഇൻഫ്ലമേഷൻസും കുറയ്ക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. ഇതൊരു ഹെൽത്തി ഫാറ്റ്സ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് ചെറിയ മത്സ്യങ്ങൾ, അതായത് കടൽ മത്സ്യങ്ങളിലും ചെറിയ മത്സ്യങ്ങളിലെല്ലാം കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നട്ട്സ് ഐറ്റംസ്, എസ്പെഷ്യലി ബ്രസീൽ നട്ട്സ്, വാൽനട്ട്സ്, കാഷ്യൂ, പിസ്ത, ബദാം, ഇതിലെല്ലാം ഒരു മിതമായ രീതിയിൽ ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഒരു 11 മണി ചായയോടൊപ്പം കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഈവനിങ് ടീൻ്റെ കൂടൊപ്പം കഴിക്കാവുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുകയും ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതായത് ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡീപ്പ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എസ്പെഷ്യലി ബെറീസ്, സ്ട്രോബെറീസ്, ഗ്രാൻബെറീസ്, റോസ്ബെറീസ് എല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് പിഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ സർക്കുലേഷൻ സ്മൂത്ത് ആകുന്ന അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് ആണ് ഫൈബേഴ്സ്. ഫൈബേഴ്സിന്റെ ധർമ്മം എന്താണ്? അത് ഇൻസോലിബിൾ ഫൈബേഴ്സ് ഉണ്ട്, സോലിബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്.
ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫാറ്റ് മെറ്റബോളിസം സ്മൂത്ത് ആക്കുന്നു. അതായത് ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ജോയിന്റ് കംപ്ലയിൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നു. അതായത് നമ്മളെ മൗത്ത് മുതൽ ആനസ് വരെ, അതായത് നമ്മുടെ വയറിൻ്റെ ആ ഒരു പ്രസന്റേഷൻ ഫുൾ ഗട്ട് ഫ്ലോറ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഗട്ട് ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലുള്ള ബാക്ടീരിയാസിൻ്റെ ആ ഒരു ഗുഡ് ബാക്ടീരിയാസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന കോടാനുകോടി ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ അതേപോലെ തന്നെ അബ്സോർപ്ഷൻസും നടക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയാസ് കൃത്യമായിട്ട് നിലനിന്ന് പോയാലേ ഉള്ളൂ നമ്മുടെ ഓൾ ടുഗദർ ആയിട്ടുള്ള ഗട്ട് ഫ്ലോറ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഈ ഫൈബേഴ്സിന്റെ സഹായിക്കുന്നത്. അതായത് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇത്തരം സോല്യബിൾ ഫൈബേഴ്സ്, ഈ റാഗി, ഓട്സിൽ അതേപോലെ തന്നെ ചിയ സീഡ്സിലെല്ലാം ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നെങ്കിൽ സാലഡ് ഫോമിൽ കഴിക്കാവുന്നതാണ്. സാലഡ് ഫോമിൽ കഴിക്കുമ്പോൾ ആ ഫൈബർ കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുകയും ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. പകരം നമ്മൾ ജ്യൂസ് ഫോമിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോവുകയും അത് ഫ്രക്ടോസ് ഫോമിലേക്ക് കൺവേർട്ട് ആവുകയും എഗെയിൻ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും നമുക്ക് ഡയബറ്റിസ്, ഫാറ്റി ലിവർ ഇത്തരം കംപ്ലയിൻസ് തുടങ്ങുന്നതാണ്. സോ നിങ്ങൾ ഫൈബേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രഷ് ഫോം അല്ലെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുകയാണെങ്കിൽ അതൊരു ഫ്രഷ് ഫോമിൽ തന്നെ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്ന മറ്റൊരു വിഭാഗമാണ് സ്പൈസസ് എന്ന് പറയുന്നത്, സുഗന്ധവ്യഞ്ജനങ്ങൾ. എസ്പെഷ്യലി മഞ്ഞൾ, അതേപോലെ തന്നെ ഇഞ്ചി, ഇതിലെല്ലാം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ജോയിൻസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും സ്വെല്ലിങ്സും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുരുമുളക് ഉൾപ്പെടുത്താവുന്നതാണ്. കുരുമുളകിൽ ധാരാളം പിപ്പറിൻ അടങ്ങിയിട്ടുണ്ട്. പിപ്പറിൻ ഒരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മൾ കറി അല്ലെങ്കിൽ ജസ്റ്റ് തോരനിലോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ടേസ്റ്റി ഫീലിംഗ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ടും അതോടൊപ്പം തന്നെ നമ്മളെ ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കാനും ജോയിന്റ് കംപ്ലയിൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് ആണ് ഫ്ലാവിനോയിഡ്സ്. ഫ്ലാവിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഈ പ്ലാന്റ്സിൽ, അതായത് ചെടികളിലെല്ലാം കാണപ്പെടുന്ന ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. അതായത് ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കാനും അതേപോലെ തന്നെ ജോയിന്റ് കംപ്ലയിൻസ് റെഡ്യൂസ് ചെയ്യാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നത്. അത് ലീഫി വെജിറ്റബിൾസിൽ, ബെറീസിൽ, ഡാർക്ക് ചോക്ലേറ്റ്സിലെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്തരം വേദനകൾ വരും നമ്മൾ ഇത്തരം ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ അത്തരം ജോയിന്റ് സ്റ്റിഫ്നെസ്സും അതേപോലെ തന്നെ സ്വെല്ലിങ്ങും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് ആണ് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക. വെജിറ്റബിൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബീൻസിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫൈബർ കണ്ടന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ആ ഒരു മലബന്ധത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളെ ദഹനവ്യവസ്ഥ സ്മൂത്ത് ആക്കുമ്പോൾ നമ്മളെ ജോയിന്റ് കംപ്ലയിൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത്തരം റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് ദഹന കംപ്ലയിൻസും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ആ ഒരു കംപ്ലയിൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരം വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്താവുന്നതാണ്. ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ വരുന്ന ഒന്നാണ് ബ്രൊക്കോളി. ബ്രൊക്കോളിയിൽ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മളെ തൈറോയ്ഡ് ഹെൽത്ത് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നു. എസ്പെഷ്യലി ബ്രൊക്കോളീസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊരു ഫ്രഷ് ഫോമിൽ കഴിക്കരുത്, നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തും കഴിക്കാവുന്നതാണ്. അതായത് തൈറോയ്ഡ് കംപ്ലയിൻസ് ഇല്ലാത്ത കേസസ് ആണെങ്കിൽ നിങ്ങൾക്കത് സാലഡ് രൂപത്തിൽ കഴിക്കാവുന്നതാണ്. ഇത്തരം ഫൈബേഴ്സും വൈറ്റമിൻസും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഓൾ ടുഗദർ ആയിട്ടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. രക്തക്കുഴലിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ജോയിന്റ് കംപ്ലയിൻസും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആന്തോസയനിൻസ് റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ചെറീസ്, എസ്പെഷ്യലി വെസ്റ്റ് ഇന്ത്യൻ ചെറീസ്. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു സാലഡ്സിൽ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. അത് ആ ഒരു ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കാനും ഓൾ ടുഗദർ ആയിട്ടുള്ള നമ്മളെ വീക്ക്നെസ്, അതേപോലെ തന്നെ ജോയിന്റ് കംപ്ലയിൻസ്, ബോൺ സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ നിത്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഉൾപ്പെടുത്തി നോക്കിക്കുകയും ഇത്തരം ജോയിന്റ് സ്റ്റിഫ്നെസ്സും വേദനകളും നമുക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു വേദനയുടെ ഇന്റൻസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്